നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ. ഇന്ന് നമ്മൾ എ ബീക്കൺ ഓഫ് ഹോപ്പ് എന്ന ചാപ്റ്ററിൻ്റെ വേർഡ് ഗാലറി, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് എന്നിവയാണ് നോക്കുന്നത്. ആദ്യമേ നമുക്ക് വേർഡ് ഗാലറി നോക്കാം. ആസ്പയർഡ്, അതിൻ്റെ മീനിങ് വരുന്നത് വിഷ്ഡ് ഫോർ. വിഷ്ഡ് ഫോർ എന്ന് പറഞ്ഞാൽ കൊതിച്ചു അല്ലെങ്കിൽ അതിയായി ആഗ്രഹിച്ചു. ബീക്കൺ, എ ലൈറ്റ് സെറ്റപ്പ് ഇൻ എ ഹൈ പൊസിഷൻ ആസ് എ വാർണിംഗ്, സിഗ്നൽ ഓർ സെലിബ്രേഷൻ. എന്താണ് ദീപസ്തംഭം? കപ്പലുകളൊക്കെ പോകുമ്പോൾ അവർക്ക് ദീപസ്തംഭം, കടലിലെ ദീപസ്തംഭം, അതായത് അവർക്ക് ദിശ മനസ്സിലാക്കാൻ വേണ്ടി വളരെ ഉയരത്തിൽ ഇങ്ങനെ വാർണിംഗ് സിഗ്നൽസ് ഒക്കെ വെക്കും. അപ്പോൾ അതിനെയാണ് ബീക്കൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ചാപ്റ്ററിൽ ബീക്കൺ ഓഫ് ഹോപ്പ് എന്നാണ്, അതായത് പ്രതീക്ഷയുടെ തിരുനാളം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ബീക്കൺ എന്ന് ഉപയോഗിച്ചേക്കുന്നത്. അടുത്തത് ബ്രേക്ക് ഫ്രീ, ടു എസ്കേപ്പ്, രക്ഷപ്പെടുക. ക്ലാൻ, എ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ്, കുലം, ഗോത്രം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേംനെസ് ഓഫ് പർപ്പസ്, തീരുമാനം. ഡിസ്റ്റിങ്ക്വിഷ്ഡ്, കൺസിഡേർഡ് എക്സലൻറ്റ് ഓർ ഇമ്പോർട്ടൻറ്റ്, വിശിഷ്ടമായ അല്ലെങ്കിൽ വളരെ ബഹുമാന്യമായ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. എക്സ്റ്റാറ്റിക്, ബീങ് എക്സ്ട്രീംലി ഇൻക്രെഡിബിളി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് അബൌട്ട് സംതിങ്, ആഹ്ലാദം അല്ലെങ്കിൽ പരമാനന്ദം നമുക്ക് പറയാൻ പറ്റും. എലിമിനേറ്റഡ്, എലിമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി അല്ലെങ്കിൽ ഇല്ലാതാക്കി. എലിമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഇറാഡിക്കേറ്റ്, ഇറാഡിക്കേറ്റ് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് ടു ഗെറ്റ് റിഡ് ഓഫ് സംതിങ് കംപ്ലീറ്റ്ലി, നിശേഷം ഇല്ലാതാക്കുക, തുടച്ചു നീക്കുക, ഉന്മൂലനം ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഫിൽത്ത്, സംതിങ് ദാറ്റ് ഈസ് ഡേർട്ടി ഓർ ഡിസ്ഗസ്റ്റിംഗ്, അതായത് മാലിന്യത്തിനാണ് ഫിൽത്ത് എന്ന് പറയുന്നത്. ഫ്ലീറ്റിംഗ്, ലാസ്റ്റിംഗ് ഫോർ എ ഷോർട്ട് ടൈം, നിമിഷ നേരത്തേക്ക്, വളരെ കുറച്ച് സമയത്തേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ഗാദറിംഗ്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മീറ്റിംഗ് ടുഗദർ ഫോർ എ പർപ്പസ്. എന്താണ്? ഒത്തുചേരൽ, കൂടിച്ചേരൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഗ്രിറ്റ്, കറേജ്, ഡിറ്റർമിനേഷൻ. എന്താണ്? നിശ്ചയദാർഢ്യം, മനോദാർഢ്യം. പിന്നീട് ഹൈറാർക്കി, എ സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ ദാറ്റ് ഹാസ് മെനി ലെവൽസ് ഫ്രം ദ ലോവസ്റ്റ് ടു ദ ഹയസ്റ്റ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്? അധികാരക്രമം. ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, പ്രിൻസിപ്പൽ ഉണ്ടാവും, പ്രിൻസിപ്പലിന് താഴെ ഹെഡ് മാസ്റ്റർ ഉണ്ടാവും, അല്ല ഹെഡ് മിസ്സസ് ഉണ്ടാവും, അതിന് താഴെ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പം ഇതിനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് ഹൈറാർക്കി എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പണ്ട് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു, ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും. ഇപ്പോൾ പാഠപുസ്തകത്തിൽ ആ താഴ്ന്ന അത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഹൈറാർക്കി എന്ന പദം ഉപയോഗിച്ചേക്കുന്നത്. പിന്നീട് ഇൻഹ്യൂമൻ, ലാക്കിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ്, അതായത് മനുഷ്യത്വമില്ലാത്ത. മീഗർ, ലാക്കിംഗ് ഇൻ ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി, തുച്ഛമായ എന്ന അർത്ഥത്തിലാണ് ഈ ചാപ്റ്ററിൽ മീഗർ എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചേക്കുന്നത്. NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, സർക്കാർ ഇതര സ്ഥാപനം. പ്രസ്റ്റീജിയസ്, സംതിങ് വെരി വാല്യൂഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ അർത്ഥം വരുന്നത് പരമോന്നതമായ, വളരെ ഉയർന്നതും ബഹുമാനിക്കപ്പെടുന്നതുമായ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇത് കൂടാതെ തന്നെ കുറേ പദങ്ങൾ പാഠം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 നിങ്ങൾക്ക് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും അതിൻ്റെ മീനിങ് കൂടെ മനസ്സിലാവും. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. വാട്ട് ഈസ് ഉഷ ചൗമാർസ് മിഷൻ? ഉഷ ചൗമാറിൻ്റെ ദൗത്യം എന്താണ്? Usha Chauma's mission is to eliminate untouchability and manual scavenging from society and to empower women with dignified jobs. എന്താണ് പറയുന്നത്? സമൂഹത്തിൽ നിന്നും തൊട്ടുകൂടായ്മയും തോട്ടിപ്പണിയും ഒക്കെ ഇല്ലാതാക്കുകയും കൂടാതെ സ്ത്രീകളെ അന്തസ്സുള്ള ജോലികളിലൂടെ ശാക്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉഷ ചൗമാറിൻ്റെ ദൗത്യം. Question number 2. What were some of the challenges Usha Chaumar faced in terms of income and daily living? വരുമാനത്തിൻ്റെ അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൻ്റെയും കാര്യത്തിൽ ഉഷ ചൗമാർ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഉഷ ഏൺഡ് എ വെരി ലോ വേജ്, ഓഫൻ ബിറ്റ്വീൻ 10 to 20 rupees a day, and had to eat leftover food. She couldn't afford new clothes and wore worn out clothes collected from the houses she worked at. എന്താ പറഞ്ഞേക്കുന്നത്? 10 രൂപ മുതൽ 20 രൂപ വരെയുള്ള വളരെ തുച്ഛമായ ദിവസക്കൂലിയാണ് ഉഷ ചൗമാർ ലഭിച്ചിരുന്നത്, അല്ലെങ്കിൽ ഉഷ ചൗമാർ സമ്പാദിച്ചിരുന്നത്.
അതുപോലെ തന്നെ എന്താണ് കഴിച്ചിരുന്നത്? മറ്റു വീടുകളിലെ ബാക്കി വന്ന ആഹാരമാണ് അവർ കഴിച്ചിരുന്നത്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിയാതിരുന്നതിനാൽ അവർ ജോലി ചെയ്ത വീടുകളിൽ നിന്ന് ലഭിച്ചിരുന്ന പഴകിയതും പിഞ്ചിയതുമായ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. Question number 3. How did the situation change when Sulabh International began constructing toilets in the villages? സുലഭ് ഇന്റർനാഷണൽ ഗ്രാമങ്ങളിൽ കക്കൂസുകൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ അവസ്ഥയിൽ വന്ന മാറ്റമെന്ത്? When Sulabh International built toilets in the villages, the need for manual scavenging was eliminated and women like Usha no longer had to clean toilets. സുലഭ് ഇന്റർനാഷണൽ ഗ്രാമങ്ങളിലെ കക്കൂസുകൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ തോട്ടിപ്പണിയുടെ ആവശ്യം ഇല്ലാതാവുകയും ഉഷയെപ്പോലുള്ള സ്ത്രീകൾക്ക് പിന്നീട് കക്കൂസുകൾ വൃത്തിയാക്കേണ്ടതായും വന്നില്ല. Question number 4. What is Usha's message to the society? പൊതുസമൂഹത്തോട് ഉഷ നൽകുന്ന സന്ദേശം എന്താണ്? Usha's message is that women should not be limited to staying at home, cleaning dirt and taking care of children. She wants every woman to be independent through dignified jobs, helping to build a better society free from untouchability. എന്ന് പറഞ്ഞാൽ വീടുകൾ താമസിച്ച് മാലിന്യം വൃത്തിയാക്കാനും കുട്ടികളെ പരിപാലിക്കാനും മാത്രമായി സ്ത്രീകളെ ഒതുക്കി നിർത്തരുത്. അന്തസ്സുള്ള ജോലികളിലൂടെ എല്ലാ സ്ത്രീകളും സ്വയം പര്യാപ്തരാകണമെന്നും അങ്ങനെ തൊട്ടുകൂടായ്മയില്ലാത്ത ഒരു മികച്ച സമൂഹം സൃഷ്ടിക്കാൻ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കണമെന്നുമാണ് പൊതുസമൂഹത്തോട് ഉഷ നൽകുന്ന സന്ദേശം. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1. കളക്ട് ദ ഡീറ്റെയിൽസ് ഓഫ് സം ഫേമസ് പീപ്പിൾ ഹു ഹാഡ് ഹംബിൾ ബിഗിനിങ്. സാധാരണക്കാരായി ജനിച്ച് പിന്നീട് പ്രശസ്തരായി തീർന്ന കുറച്ച് ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് എബ്രഹാം ലിങ്കൺ വർക്ക്ഡ് ആസ് എ മാനുവൽ ലേബറർ, ടോട്ട് ഹിംസെൽഫ് ലോ ബൈ റീഡിങ് ബോറോഡ് ബുക്സ്. എന്താണ്? ഒരു മാനുവൽ ലേബറായിട്ട് കൂലിക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടം വാങ്ങിയ ബുക്കിൽ നിന്നാണ് അദ്ദേഹം നിയമങ്ങൾ പഠിച്ചത്. ബിക്കെയിം 16th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയുടെ 16ാമത് പ്രസിഡന്റായി തീർന്നു. റിമെമ്പേർഡ് ആസ് വൺ ഓഫ് അമേരിക്കാസ് ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ്. അമേരിക്കയുടെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ലീഡേഴ്സ് ഒരാളായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. അടുത്തത് APJ അബ്ദുൽ കലാം. ബോൺ ഇൻ എ പുവർ ഫാമിലി ഇൻ രാമേശ്വരം, തമിഴ്നാട്. തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് APJ അബ്ദുൽ കലാം ജനിച്ചത്. ഹി സോൾഡ് ന്യൂസ് പേപ്പേഴ്സ് ടു സപ്പോർട്ട് ഹിസ് എഡ്യൂക്കേഷൻ. പഠന ചെലവുകൾക്കായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ന്യൂസ് പേപ്പർ വിറ്റ് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സെർവ്ഡ് ആസ് ദ 11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റായി തീർന്നു. റിനൗണ്ട് സയന്റിസ്റ്റ് ഹു പ്ലേഡ് പിവോട്ടൽ റോൾ ഇൻ ഇന്ത്യ സ്പേസ് ആൻഡ് ഡിഫൻസ് പ്രോഗ്രാംസ്. ഇന്ത്യയുടെ സ്പേസ് ആൻഡ് ഡിഫൻസ് പ്രോഗ്രാംസിൽ വളരെ നിർണായകമായ പദവികൾ വഹിച്ച ഒരു വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. നോൺ ആസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അടുത്തത് നഞ്ചിയമ്മ. നഞ്ചിയമ്മ വാസ് ബോൺ ഇൻ ടു എ പുവർ ഫാമിലി ഇൻ കേരളാസ് ട്രൈബൽ ഏരിയാസ്. കേരളത്തിലെ ആദിവാസി മേഖലയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് നഞ്ചിയമ്മ ജനിച്ചത്. വർക്ക്ഡ് ആസ് എ ഫാം ലേബർ. ഒരു ഫാമിലെ ജോലിക്കാരിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ ഹെർ ഏർലി ഇയേഴ്സ് ആൻഡ് ലീവ്ഡ് ഇൻ സിമ്പിൾ ലൈഫ് ഫേസിങ് പോവർട്ടി ആൻഡ് ഹാർഡ്ഷിപ്സ്. എന്ന് പറഞ്ഞാൽ എന്താ? വളരെ കഷ്ടതകളും ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് നഞ്ചിയമ്മ നയിച്ചത്. എ ഫോക്ക് സിംഗർ, നാടൻ പാട്ടുകാരിയാണ്. അതുപോലെ തന്നെ പ്ലേബാക്ക് സിംഗർ ആൻഡ് farmer from Kerala gained fame with her song Kalakatha in the Malayalam movie അയ്യപ്പനും കോശിയും. അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ സിനിമയിലെ കലക്കാത്ത എന്ന ആ സോങ്ങിലൂടെ പ്രശസ്തി ആർജിച്ച ഒരു നാടൻ പാട്ടുകാരിയാണ് നഞ്ചിയമ്മ. വൺ ദ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ഇൻ 2020. 2020 നാഷണൽ ഫിലിം അവാർഡ് എന്തിന്? ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗറിനുള്ള നാഷണൽ ഫിലിം അവാർഡ് നഞ്ചിയമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി. അടുത്തത് AR റഹ്മാൻ. Born in a middle-class family in Chennai, he struggled financially after his father's death and started as a composer for documentaries and jingles. ചെന്നൈയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് AR റഹ്മാൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണശേഷം ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടുണ്ടായി, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതിനുശേഷം അദ്ദേഹം ഡോക്യുമെൻ്ററികൾക്കും അതുപോലെ തന്നെ പരസ്യങ്ങൾക്കുമുള്ള പരസ്യ ഗാനങ്ങളുമൊക്കെ കമ്പോസ് ചെയ്യുന്ന ഒരു കമ്പോസറായിട്ടാണ് തൻ്റെ ജീവിതം ആരംഭിച്ചത്, കരിയർ ആരംഭിച്ചത്. He has become a renowned music composer and singer. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു കമ്പോസറും സിംഗറുമായിട്ടും പിന്നീട് മാറി. വിന്നിങ് 2 അക്കാഡമി അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഓസ്കാർ അവാർഡ്സ്, 2 ഗ്രാമി അവാർഡ്സ്, പിന്നെ എന്ത് ചെയ്തു? 2 ഓസ്കാർ കിട്ടി, 2 ഗ്രാമി അവാർഡ് കിട്ടി. അതുപോലെ തന്നെ ന്യൂമറസ് ഇന്റർനാഷണൽ ഓണേഴ്സ് ഫോർ ഹിസ് വർക്ക്സ് ഇൻ ഫിലിംസ്. സിനിമയിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് നിരവധി അന്താരാഷ്ട്ര ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് PT ഉഷ.
ബോൺ ഇൻ എ പുവർ ഫാമിലി ഇൻ പയ്യോളി, കേരള. കേരളത്തിലെ പയ്യോളി എന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് പി ടി ഉഷ ജനിച്ചത്. ഷീ ട്രെയിൻഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഫേസ്ഡ് ഹാർഡ്ഷിപ്പ് ഇൻ ഹെർ ഇയർലി ലൈഫ്. വളരെ പരിമിതമായ സാഹചര്യങ്ങൾ മാത്രമേ പരിശീലനത്തിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ വളരെയധികം ജീവിത പ്രാരാബ്ദങ്ങൾ നേടിവിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് പി ടി ഉഷ. ഷീ ഈസ് നോൺ ആസ് ദ ക്യൂൻ ഓഫ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഫോർ ഹെർ ഡൊമിനൻസ് ഇൻ സ്പ്രിന്റിംഗ്, particularly the 400 meters and hurdles, and her multiple gold medals at Asian Games and Asian Athletic Championship. ഏഷ്യൻ ഗെയിംസിലെയും അതുപോലെ തന്നെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും നേടിയ നിരവധി ഗോൾഡ് മെഡലുകളും അതുപോലെ തന്നെ 400 മീറ്റർ ഓട്ടത്തിലും ഹഡിൽസിലും ഉഷയ്ക്കുണ്ടായിരുന്ന ആധിപത്യവും മൂലം ഇന്ത്യയുടെ ട്രാക്ക് ആൻഡ് ഫീൽഡിൻ്റെ ക്യൂൻ എന്നാണ് പി ടി ഉഷ അറിയപ്പെടുന്നത്. അടുത്തത് എം എസ് ധോണി. ബോൺ ഇൻ റാഞ്ചി ടു എ മോഡസ്റ്റ് ഫാമിലി, ഹി വർക്ക് ആസ് എ ടിക്കറ്റ് കളക്ടർ ബിഫോർ ബിക്കമിങ് എ ക്രിക്കറ്റർ. റാഞ്ചിയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് എം എസ് ധോണി ജനിച്ചത്. ക്രിക്കറ്റർ ആവുന്നതിന് മുമ്പ് അദ്ദേഹം ടിക്കറ്റ് കളക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ആൻഡ് അഡ്മയർഡ് ക്രിക്കറ്റ് ക്യാപ്റ്റൻസ്, ലീഡിംഗ് ഇന്ത്യ ടു വിക്ടറി ഇൻ ദ 2007 ICC വേൾഡ് T20, 2011 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആൻഡ് ഇൻ 2013 ICC ചാമ്പ്യൻസ് ട്രോഫി. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ക്രിക്കറ്റ് ക്യാപ്റ്റന്മാരായി ആദരിക്കപ്പെടുന്നവരിൽ ഒരാളാണ് എം എസ് ധോണി. അദ്ദേഹം 2007 ICC വേൾഡ് കപ്പ് 2020, അതുപോലെ തന്നെ 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയ കിരീടങ്ങൾ വിജയങ്ങൾ ഇന്ത്യക്കായി നേടിയിട്ടുണ്ട്. ആക്ടിവിറ്റി നമ്പർ 2. Imagine a day when spades, hammers and other tools begin to talk. What do you think they would say? തൂമ്പയും ചുറ്റികയും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അവ എന്തു പറയുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇവിടെ ചൂല് പറയുന്നതായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് സീൻ യു യൂസിങ് മീ ടു ക്ലീൻ അപ്പ് മെസ് എവറി ഡേ ടു കീപ് തിങ്സ് സേഫ് ആൻഡ് ക്ലീൻ. യു ആർ റിയലി മേക്കിംഗ് എ ബിഗ് ഡിഫറൻസ്. അഴുക്കും ചപ്പുചവറുകളും ഒക്കെ വാരിക്കളഞ്ഞ് എല്ലാ കാര്യങ്ങളും സുരക്ഷിതവും വൃത്തിയായിട്ടൊക്കെ വെക്കാൻ വേണ്ടി നീ എന്നെ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ള ഉപകരണങ്ങൾ എന്തു പറയും എന്നുള്ളത് എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ തൂമ്പയും അതുപോലെ തന്നെ പെയിൻറ് ബ്രഷും പറയുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാറ്റി എഴുതാവുന്നതാണ്. ഐ ഹെൽപ്പ് യു ഡിഗ് ആൻഡ് പ്ലാന്റ് സീഡ്സ് സോ ഗാർഡൻസ് ക്യാൻ ഗ്രോ ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂം. ഐ എം പ്രൗഡ് ടു മേക്ക് ദ എർത്ത് എ ബെറ്റർ പ്ലേസ്. കുഴി കുഴിക്കാനും വിത്ത് നടാനും ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ പൂന്തോട്ടങ്ങൾ വളരുകയും പൂക്കൾ വിരിയുകയും ഒക്കെ ചെയ്യും. ഭൂമിയെ ഒരു മികച്ച സ്ഥലമാക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അടുത്ത പെയിൻറ് ബ്രഷ് പറയുകയാണ്. ഐ ബ്രിങ് കളർ ടു ദ വേൾഡ്, മേക്കിംഗ് എവറിഥിങ് ലുക്ക് ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഐ ലവ് ടേണിംഗ് ബ്ലാങ്ക് സ്പേസസ് ഇൻ ടു വർക്ക് ഓഫ് ആർട്ട്. ഞാൻ ലോകത്തിന് നിറം നൽകുന്നു. എല്ലാം പുതുമയുള്ളതും മനോഹരമൊക്കെ ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. ശൂന്യമായ ഇടങ്ങൾ കലാസൃഷ്ടികളാക്കി മാറ്റുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അടുത്തത് ഹാമറാണ്. ഐ ഹെൽപ്പ് യു ബിൽഡ് ആൻഡ് ഫിക്സ് തിങ്സ് ഫ്രം ഹൗസസ് ടു ടോയ്സ്. കളിപ്പാട്ടങ്ങൾ മുതൽ വീടുകൾ വരെ നിർമ്മിക്കാനും ശരിയാക്കാനും ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. വിതൗട്ട് മീ തിങ്സ് വുഡിൻ സ്റ്റേ സ്ട്രോങ് ആൻഡ് ടുഗദർ. എന്നെ കൂടാതെ ഈ കാര്യങ്ങളൊന്നും ഒരുമിച്ചോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടോ നിൽക്കുകയില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3. നോട്ട് ദ യൂസ് ഓഫ് ദ ഫ്രേസ് വി അവേഴ്സ് ഓഫ് ദി ഡോൺ ഇൻ ദ പോയം. ഇവിടെ പോയം എന്നുള്ളത് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഈ ചാപ്റ്ററിലെ വി അവേഴ്സ് ഓഫ് ദി ഡോൺ എന്ന ഫ്രേസിൻ്റെ ഉപയോഗം ശ്രദ്ധിക്കുക. ദർ ആർ സിമിലർ ഫ്രേസസ് അബൌട്ട് അതർ ഫേസസ് ഓഫ് ദി ഡേ. ദിവസത്തിലെ മറ്റ് ഘട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റ് സമയങ്ങളെക്കുറിച്ചും ഇതുപോലെ തന്നെയുള്ള സിമിലർ ആയിട്ടുള്ള ഫ്രേസസ് ഉണ്ട്. വി യൂസ് ഫ്രേസസ് ലൈക്ക് ബ്ലേസിംഗ് നൂൺ, ഗാദറിംഗ് ഡസ്ക് ടു ഇൻഡിക്കേറ്റ് അതർ ഫേസസ് ഓഫ് ദ ഡേ. ദിവസത്തിലെ മറ്റ് ഘട്ടങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ബ്ലേസിംഗ് നൂൺ അതുപോലെ തന്നെ ഗാദറിംഗ് ഡസ്ക് തുടങ്ങിയ ഫ്രേസസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റൈറ്റ് സെൻറ്റൻസ് ഓഫ് യുവർ ഓൺ യൂസിങ് വി അവേഴ്സ് ഓഫ് ദി ഡോൺ, ബ്ലേസിംഗ് നൂൺ ആൻഡ് ഗാദറിംഗ് ഡസ്ക് ഇൻ ദ സ്പേസസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സ്പേസിൽ അല്ലെങ്കിൽ സ്ഥലത്ത് നിങ്ങളുടേതായ സെൻറ്റൻസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 3 ഫ്രേസസ് ഉപയോഗിച്ചുകൊണ്ട് വി അവേഴ്സ് ഓഫ് ദി ഡോൺ, ബ്ലേസിംഗ് നൂൺ അതുപോലെ തന്നെ ഗാദറിംഗ് ഡസ്ക് എന്നീ ഫ്രേസസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടേതായ സെൻറ്റൻസുകൾ എഴുതി പൂർത്തിയാക്കുക.
ഇവിടെ ആദ്യമായിട്ട് വി അവേഴ്സ് ഓഫ് ദ ഡേ, ഇത് നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നു. അതിരാവിലെ, വെളുപ്പിനെ എന്നുള്ള അർത്ഥത്തിലാണ് വി അവേഴ്സ് ഓഫ് ദ ഡോൺ എന്ന് പറയുന്നത്. ദ ഫുട്ബോൾ പ്ലേയേഴ്സ് സ്റ്റാർട്ട് ദർ പ്രാക്ടീസ് ഇൻ ദ വി അവേഴ്സ് ഓഫ് ദ ഡോൺ. അതിരാവിലെ തന്നെ ഫുട്ബോൾ കളിക്കാർ അവരുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും. ഫിഷർമെൻ വോക്കപ്പ് ഇൻ ദ വി അവേഴ്സ് ഓഫ് ദ ഡോൺ ടു കാസ്റ്റ് ദെയർ നെറ്റ്. മീൻ പിടിക്കാൻ വേണ്ടി ഫിഷർമാൻ എന്ത് ചെയ്യും? മീൻപിടുത്തക്കാരെ അതിരാവിലെ തന്നെ അവരുടെ വല വീശാൻ വേണ്ടി എണീക്കാറുണ്ട്. ദ ബേർഡ് സ്റ്റാർട്ടഡ് ടു സിംഗ് ഇൻ ദ വി അവേഴ്സ് ഓഫ് ദ ഡോൺ. കിളികൾ, അതിരാവിലെ തന്നെ കിളികൾ പാട്ടുപാടാൻ തുടങ്ങി. അടുത്തതായിട്ട് ബ്ലേസിംഗ് നൂൺ എന്ന് പറഞ്ഞ ഫ്രേസ് ആണ്. ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത് നട്ടുച്ച നേരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേരെ മുകളിൽ വരുന്ന സമയം, പകൽ സമയത്തെ ഏറ്റവും ചൂടേറിയ സമയം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബ്ലേസിംഗ് നൂൺ എന്ന് പറഞ്ഞ ഫ്രേസ് ഉപയോഗിക്കുന്നത്. ദ റോഡ്സ് വെയർ എംപ്റ്റി ഇൻ ദ ബ്ലേസിംഗ് നൂൺ. നട്ടുച്ച നേരത്ത് റോഡുകൾ ശൂന്യമായിരുന്നു. ദ ഐസ്ക്രീം മെൽറ്റഡ് ക്വിക്ലി ഇൻ ദ ബ്ലേസിംഗ് നൂൺ സൺ. നട്ടുച്ച നേരത്തെ സൂര്യന്റെ ചൂടിൽ ഐസ്ക്രീം പെട്ടെന്ന് ഉരുകിപ്പോയി. ദ ഫാമർ റെസ്റ്റഡ് അണ്ടർ എ ഷേഡി ട്രീ ഡ്യൂറിംഗ് ദ ബ്ലേസിംഗ് നൂൺ. നട്ടുച്ച നേരത്ത് കർഷകൻ ഒരു മരത്തണലിൽ വിശ്രമിച്ചു. അടുത്ത ഫ്രേസ് ഗാദറിംഗ് ഡസ്ക്. ഗാദറിംഗ് ഡസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം ചെറുകെ മങ്ങി ഇരുളു പരക്കുന്ന ആ സമയത്തെയാണ് പറയുന്നത് ഗാദറിംഗ് ഡസ്ക്, അല്ലെങ്കിൽ സന്ധ്യാസമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഗാദറിംഗ് ഡസ്ക് എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. ദ ബേർഡ്സ് വെയർ റിട്ടേണിംഗ് ടു ദെയർ നെസ്റ്റ് ഇൻ ദ ഗാദറിംഗ് ഡസ്ക്. സന്ധ്യ ആയപ്പോഴേക്കും കിളികളെല്ലാം അവരുടെ കൂടുകളിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ദ വില്ലേജേഴ്സ് ലിറ്റ് ലാംപ്സ് ആസ് ദ ഗാദറിംഗ് ഡസ്ക് സ്പ്രെഡ് ഓവർ ദ ടൗൺ. നഗരത്തിൽ ഇരുട്ട് വ്യാപിച്ചപ്പോഴേക്കും, അല്ലെങ്കിൽ സന്ധ്യ ആയപ്പോഴേക്കും ഗ്രാമവാസികൾ വിളക്കുകൾ കത്തിച്ചു. ദ സൗണ്ട് ഓഫ് ക്രിക്കറ്റ്സ് ഗ്രൂ ലൗഡർ ഇൻ ദ ഗാദറിംഗ് ഡസ്ക്. സന്ധ്യ ആയപ്പോഴേക്കും ചീവിടികളുടെ ശബ്ദം ഉച്ചത്തിലായി. ദ ഡേ ഈസ് ഡിവൈഡഡ് ഇൻ ടു AM ആൻറ്റെ മെറിഡിയം ആൻഡ് PM പോസ്റ്റ് മെറിഡിയം. ഒരു ദിവസത്തെ AM എന്നും PM എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. അതിൻ്റെ ഫുൾ ഫോം ആണ് തന്നിരിക്കുന്നത്. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റെ മെറിഡിയം ആൻഡ് PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് മെറിഡിയം. ആൻറ്റെ മെറിഡിയം അഥവാ AM ഈസ് ദ ടൈം ബിറ്റ്വീൻ മിഡ് നൈറ്റ് ആൻഡ് നൂൺ. രാത്രി 12:01 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയമാണ് ആൻറ്റെ മെറിഡിയം അഥവാ AM എന്നറിയപ്പെടുന്നത്. പോസ്റ്റ് മെറിഡിയം PM ഈസ് ദ ടൈം ബിറ്റ്വീൻ നൂൺ ആൻഡ് മിഡ് നൈറ്റ്. അതായത് ഉച്ചയ്ക്ക് 12:01 മുതൽ രാത്രി 12 മണി വരെയുള്ള സമയമാണ് പോസ്റ്റ് മെറിഡിയം. ലുക്ക് അറ്റ് ദ ഡയഗ്രം ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കി ഇത് മനസ്സിലാക്കുക. റൈറ്റ് സെന്റൻസസ് യൂസിങ് AM ആൻഡ് PM. AM-ഉം PM-ഉം ഉപയോഗിച്ചിട്ട് വാചകങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ ഇവൻറ്റ്സ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ്, സ്കൂൾ അസംബ്ലി, ഡിന്നർ, ബെഡ് ടൈം, എക്സാമിനേഷൻ എക്സെട്ര. ഇവിടെ 1-2 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി നമ്പർ 4, ലെറ്റ് us സല്യൂട്ട് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്. നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിനെ ആദരിക്കാം അല്ലെങ്കിൽ വന്ദിക്കാം. ആരാണ് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്? സമൂഹത്തിൻ്റെ പൊതു നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരെയാണ് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ആർ ലൈക്ക് സൂപ്പർ ഹീറോസ് ഇൻ അവർ നെയ്ബർഹുഡ്. നമ്മുടെ അയൽപക്കങ്ങളിൽ ഉള്ള സൂപ്പർ ഹീറോസ് ആണ് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്. ദേ ഡു ഇമ്പോർട്ടൻറ്റ് ജോബ്സ് ടു കീപ്പ് us സേഫ് ആൻഡ് ഹാപ്പി. നാം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ മുഴുവൻ സന്തോഷമുള്ളവരും സുരക്ഷിതരുമൊക്കെ ആയിരിക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്നവരാണ് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്. ദേ വർക്ക് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് ലൈക്ക് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഇവൻ ഓൺ സ്ട്രീറ്റ്സ്. സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, എന്തിന് നമ്മുടെ തെരുവുകളിൽ പോലും അവരെ ജോലി ചെയ്യുന്നു. പോലീസ് ഓഫീസേഴ്സ് മേക്ക് ഷുവർ എവരി വൺ ഈസ് സേഫ്. എല്ലാവരും സുരക്ഷിതരാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുന്നു. ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് ടേക്ക് കെയർ ഓഫ് us വെൻ വി ആർ ഇൽ. നമ്മൾ അസുഖബാധിതരാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അസുഖം വരുമ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ നമ്മളെ പരിചരിക്കുന്നു. ടീച്ചേഴ്സ് ഹെൽപ്പ് us ലേൺ. അധ്യാപകർ എന്താണ് ചെയ്യുന്നത്? നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പഠിക്കാൻ സഹായിക്കുന്നു. ഫാമേഴ്സ് ഗ്രോ ക്രോപ്സ് പ്രൊവൈഡിങ് us ദ ഫുഡ് വി ഈറ്റ്. കർഷകർ പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്തിട്ട് നമുക്ക് ഭക്ഷണം നൽകുന്നു.
ദേ ആർ ലൈക്ക് റിയൽ ലൈഫ് ഹീറോസ്. അവരെല്ലാവരും യഥാർത്ഥ ജീവിതത്തിലെ ഹീറോകളെ പോലെയാണ്. ഹിയർ ആർ സം കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്. ഇവിടെ ചില കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിനെ കുറിച്ച് പറയുന്നു. ക്യാൻ യു സേ വാട്ട് ദേ ആർ ഡൂയിങ്? അവരെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാമോ? ഹൗ ഡു ദേ ഹെൽപ്പ് ദ കമ്മ്യൂണിറ്റി? അവരെങ്ങനെയാണ് സമൂഹത്തെ സഹായിക്കുന്നത്? ആദ്യമായിട്ട് കൊടുത്തേക്കുന്നത് ലൈഫ് ഗാർഡ്സ്. എ ലൈഫ് ഗാർഡ് എൻഷുവേഴ്സ് ദ സേഫ്റ്റി ഓഫ് സ്വിമ്മേഴ്സ് ആൻഡ് വാട്ടർ സ്പോർട്സ് പാർട്ടിസിപ്പൻസ് ഇൻ പൂൾസ്, ബീച്ചസ് ആൻഡ് അതർ വാട്ടർ ഏരിയാസ്. കുളങ്ങൾ, ബീച്ചുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ നീന്തൽക്കാരുടെയും അതുപോലെ തന്നെ മറ്റ് വാട്ടർ സ്പോർട്സിൽ ഏർപ്പെടുന്നവരുടെയും, വാട്ടർ സ്പോർട്സിന്റെ ഉദാഹരണം നിങ്ങൾക്കറിയാം, വള്ളംകളി അല്ലേ, അങ്ങനെയുള്ള സ്പോർട്സിൽ ഏർപ്പെടുന്നവരുടെയും സുരക്ഷ ഒരു ലൈഫ് ഗാർഡ് ഉറപ്പുവരുത്തുന്നു. അടുത്തത് ഫയർ ഫൈറ്റേഴ്സ്. ഫയർ ഫൈറ്റേഴ്സ് പുട്ട് ഔട്ട് ഫയേഴ്സ് ആൻഡ് സേവ് പീപ്പിൾ ഫ്രം ഡേഞ്ചർ. ഫയർ ഫൈറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? തീ അണയ്ക്കുകയും ആൾക്കാരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. ഗാർബേജ് കളക്ടേഴ്സ്. ഗാർബേജ് കളക്ടേഴ്സ് പിക്കപ്പ് ട്രാഷ് ടു കീപ് ദ സ്ട്രീറ്റ്സ് ക്ലീൻ. ഗാർബേജ് കളക്ടർ, അതായത് ചപ്പ് ചവറുകളൊക്കെ ശേഖരിക്കുന്നവർ. അവരെന്താ ചെയ്യുന്നത്? ചപ്പ് ചവറുകളും മറ്റ് മാലിന്യങ്ങളും ഒക്കെ ശേഖരിച്ച് തെരുവുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നു. അടുത്തത് ഹെൽത്ത് വർക്കേഴ്സ്. ഹെൽത്ത് വർക്കേഴ്സ് ഹെൽപ്പ് സിക്ക് പീപ്പിൾ ഫീൽ ബെറ്റർ ആൻഡ് സ്റ്റേ ഹെൽത്തി. ആരോഗ്യ പ്രവർത്തകർ പൊതുസമൂഹത്തെ ആരോഗ്യത്തോടെ ഇരിക്കാനും രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടാനും വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ആക്ടിവിറ്റി നമ്പർ 5. യു മേ കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്സ് വൈൽ യു പ്രിപ്പയർ എ താങ്ക് യു നോട്ട്. താങ്ക് യു നോട്ട് എന്താണ്? നന്ദി പ്രമേയം അല്ലെ നന്ദിക്കുറിപ്പ് അല്ലേ. അത് നിങ്ങളൊരു നന്ദിക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കാവുന്നതാണ്. താങ്ക് യു നോട്ട്. താങ്ക് യു നോട്ട്സ് ആർ പൊളൈറ്റ് എക്സ്പ്രഷൻസ് യൂസ് ടു കൺവേ അവർ അപ്രീസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു അതേഴ്സ്. അതായത് മറ്റുള്ളവർ ചെയ്ത ഒരു സഹായത്തിനോ ഒരു നല്ല പ്രവൃത്തിക്കോ നന്ദിയും അഭിനന്ദനവും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ താഴ്മയോടെ അല്ലെങ്കിൽ വിനയാന്വിതരായി എഴുതുന്ന കുറിപ്പുകളെയാണെന്ന് പറയുന്നത് താങ്ക് യു നോട്ട്സ് എന്ന് പറയുന്നത്. പോയിന്റ്സ് ടു റിമെമ്പർ വെൻ പ്രിപ്പയറിംഗ് എ താങ്ക് യു നോട്ട്. താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഗ്രീറ്റിംഗ്. സ്റ്റാർട്ട് വിത്ത് എ ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ്. വളരെ സൗഹൃദപരമായ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിങ് വേണം. ഡിയർ, ഹായ്, ഹലോ എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ ഡയറക്റ്റ് നമ്മൾ പേരെഴുതാൻ അങ്ങനെ തുടങ്ങാനായിട്ട് പാടില്ല. ഗ്രാറ്റിറ്റ്യൂഡ്. എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ക്ലിയർലി. നമ്മുടെ നന്ദി വ്യക്തമായിട്ടും പ്രകടിപ്പിച്ചിരിക്കണം. ക്ലോസിംഗ്. യൂസ് എ ക്ലോസിംഗ് ഫ്രേസ് സച്ച് ആസ് സിൻസിയർലി, വിത്ത് ലവ് ഓർ വാം റിഗാർഡ്സ് ഫോളോഡ് ബൈ യുവർ നെയിം ആൻഡ് സിഗ്നേച്ചർ. അതുപോലെ തന്നെ ഒരു ക്ലോസിംഗും വേണം. ഏത് തരത്തിലാണ്? സിൻസിയർലി, വിശ്വസ്തയോടെ, വിത്ത് ലവ്, സ്നേഹപൂർവ്വം, അല്ലെങ്കിൽ വാം റിഗാർഡ്സ്, ആശംസകളോടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വേണം? ഒരു ക്ലോസിംഗ് വേണം. അതിനുശേഷം നിങ്ങളുടെ പേരും ഒപ്പും വേണം. ട്രൈ ടു കീപ് ദ നോട്ട്സ് ബ്രീഫ്. ചുരുക്കി എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തിങ്ക് അബൌട്ട് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വി യൂഷ്വലി ഈറ്റ്. നമ്മൾ സാധാരണയായി കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഹൗ ഡു യു ഷോ യുവർ അപ്രിസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ഹാർഡ് വർക്കിംഗ് ഫാമേഴ്സ് ഹു ഗ്രോ ദം ഫോർ അസ്? നമുക്ക് വേണ്ടി ഇവയൊക്കെ കൃഷി ചെയ്ത കഠിനാധ്വാനികളായ കർഷകർ, അവരോടുള്ള നന്ദിയും അഭിനന്ദനവും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണിക്കുക? നൗ റീഡ് എ താങ്ക് യു നോട്ട് ഡിസൈൻഡ് ബൈ റേയ. 7ാം ക്ലാസ്സിൽ, നിങ്ങളെപ്പോലെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന റേയ എന്ന ഒരു പെൺകുട്ടി തയ്യാറാക്കിയ ഒരു താങ്ക് യു നോട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചു നോക്കൂ. ഡിയർ കുട്ടേട്ടൻ, ഐ വാണ്ട് ടു സേ എ ബിഗ് താങ്ക് യു ഫോർ പ്രൊവൈഡിങ് ഫുഡ് ഫോർ ഓൾ ഓഫ് us. പ്രിയപ്പെട്ട കുട്ടേട്ടൻ, ഞങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകുന്നതിന് അല്ലെങ്കിൽ ആഹാരം തരുന്നതിന് ഒരു വലിയ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യു വർക്ക് റിയലി ഹാർഡ് ടു പ്ലാന്റ് സീഡ്സ്, ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ലുക്ക് ആഫ്റ്റർ ആനിമൽസ്. വിത്തുകൾ നട്ടുപിടിപ്പിക്കാനും അവയെ പരിചരിക്കാനും മൃഗങ്ങളെ വളർത്താനും ഒക്കെ നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നു. ബിക്കോസ് ഓഫ് യു ഐ ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ടേസ്റ്റി ഫ്രൂട്ട്സ് ടു ഈറ്റ്. നിങ്ങൾ കാരണം എനിക്ക് പുതുമയുള്ള പച്ചക്കറികൾ, ഫ്രഷ് വെജിറ്റബിൾസും അതുപോലെ തന്നെ സ്വാദിഷ്ടമായ ഫലവർഗ്ഗങ്ങൾ അല്ലേ, ടേസ്റ്റി ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ ലഭിക്കുന്നു. യു ഹെൽപ്പ് മീ കീപ് മൈസെൽഫ് ഹെൽത്തി. എൻ്റെ ആരോഗ്യം നിലനിർത്താൻ നിങ്ങൾ എന്നെ സഹായിക്കുന്നു. ഐ അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. ഞാൻ നിങ്ങളുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നു. ഫാമേഴ്സ് ആർ അമേസിംഗ് സൂപ്പർ ഹീറോസ്. കൃഷിക്കാരെല്ലാം അതുല്യരായ അല്ലെങ്കിൽ അത്ഭുതകരമായ സൂപ്പർ ഹീറോസ് ആണ്. താങ്ക്സ് അഗെയിൻ ഫോർ ബീയിങ് അൻ അമേസിംഗ് ഫാമർ. ഒരു അത്ഭുതകരമായ കൃഷിക്കാരനായി നിലകൊള്ളുന്നതിന് വീണ്ടും നന്ദി. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്.
ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടെ റയ 7C. അതിനുശേഷം റയയുടെ സിഗ്നേച്ചറും കൊടുത്തിട്ടുണ്ട്. ഇമാജിൻ യു ആർ റൈറ്റിംഗ് എ സ്പെഷ്യൽ താങ്ക് യു നോട്ട് ടു യുവർ ഫേവറേറ്റ് കമ്മ്യൂണിറ്റി ഹെൽപ്പർ. നിങ്ങളുടെ പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി ഹെൽപ്പർക്ക് നിങ്ങളൊരു താങ്ക് യു നോട്ട് എഴുതുകയാണെന്ന് വിചാരിക്കുക. ഹൗ ഡു യു എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രീസിയേഷൻ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നന്ദിയും അഭിനന്ദനവും പ്രകടിപ്പിക്കുക? ഡിസൈൻ എ താങ്ക് യു നോട്ട് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഒരു താങ്ക് യു നോട്ട് ഡിസൈൻ ചെയ്തിട്ട് അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന താങ്ക് യു നോട്ടിൻ്റെ മാതൃകയിൽ വേറൊരു താങ്ക് യു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം രീതിയിൽ ഒരു താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഡിയർ സൂസി, പ്രിയ സൂസി, ഐ വാണ്ട് ടു സേ എ ബിഗ് താങ്ക് യു ഫോർ ഓൾ ദ അമേസിംഗ് വർക്ക് യു ഡു ഇൻ അവർ വില്ലേജ്. നമ്മുടെ ഗ്രാമത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ അതുല്യമായ പ്രവർത്തനങ്ങൾക്കും വലിയൊരു നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യു വർക്ക് സോ ഹാർഡ് ടു പ്രൊവൈഡ് എസെൻഷ്യൽ ഹെൽത്ത് കെയർ, കണ്ടക്ട് ചെക്കപ്സ് ആൻഡ് ഓഫർ വാക്സിനേഷൻസ്. ആരോഗ്യ പരിശോധനകളൊക്കെ നടത്തുവാനും വാക്സിനുകൾ നൽകാനും അതുപോലെ തന്നെ ആവശ്യമായ ആരോഗ്യ പരിചരണം നൽകുവാനും നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നു. യുവർ സപ്പോർട്ട് ആൻഡ് ഹെൽത്ത് അഡ്വൈസ് ഹെൽപ്പ് us to stay healthy and safe. ആരോഗ്യ പരിചരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉപദേശങ്ങളും പിന്തുണയും ഞങ്ങളെ ആരോഗ്യമുള്ളവരും സുരക്ഷിതരുമായിരിക്കാൻ സഹായിക്കുന്നു. യു ട്രൂലി മേക്ക് എ ഡിഫറൻസ് ഇൻ അവർ ലൈഫ്സ് ആൻഡ് വി ആർ സോ ലക്കി ടു ഹാവ് യു. നിങ്ങളെ ലഭിച്ചതിൽ ഞങ്ങൾ വളരെയധികം ഭാഗ്യമുള്ളവരാണ്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയൊരു മാറ്റമാണ് സൃഷ്ടിക്കുന്നത്. ഹെൽത്ത് വർക്കേഴ്സ് ലൈക്ക് യു ആർ ട്രൂ സൂപ്പർ ഹീറോസ്. നിങ്ങളെപ്പോലെയുള്ള ആരോഗ്യ പ്രവർത്തകരാണ് യഥാർത്ഥ സൂപ്പർ ഹീറോസ്. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ബീയിങ് സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിറ്റി. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാന ഭാഗമായതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വിത്ത് ലോട്ട്സ് ഓഫ് അപ്രീസിയേഷൻ. ഒത്തിരി അഭിനന്ദനങ്ങളോടെ ശ്യാമി, ക്ലാസ് 7D. അങ്ങനെ എ ബീക്കൺ ഓഫ് ഹോപ്പ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.